കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഞാൻ സ്നേഹവന്ദനം പറയുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ 10-13 ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോയെക്കുറിച്ച് ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷിബു എസ് നായർ എന്ന് പറയുന്ന ഒരു ക്രിമിനൽ, ഏകദേശം 40ഓളം കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു മനുഷ്യൻ പോലീസിനാൽ പിടിക്കപ്പെട്ട് പോലീസ് സ്റ്റേഷനിലായിരുന്നപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യങ്ങളുടെ ഒരു വീഡിയോയാണ് ഇപ്പോൾ വൈറലായിട്ട് ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പല വീടുകളിലും പോയി മോഷണങ്ങൾ നടത്തുകയും പല കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് പണം പറ്റുകയും ഒക്കെ ചെയ്ത കേസുകളുണ്ട്. ഇതിനിടയ്ക്ക് ഇദ്ദേഹം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടന്ന സന്ദർഭങ്ങളുമുണ്ട്. ഈ അടുത്ത കാലത്തൊക്കെ അവന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിന് ശേഷം അവൻ വീണ്ടും ഇങ്ങനെ ആ കാര്യങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണല്ലോ ഒരു കേസിൽ പിടിക്കപ്പെട്ട് ജാമ്യം കിട്ടി അവൻ പുറത്തിറങ്ങി കഴിയുമ്പോൾ വീണ്ടും ആ കേസ് ആവർത്തിക്കുന്നത് കൊണ്ടാണല്ലോ ആ വ്യക്തിയുടെ പേരിലുള്ള കേസിൻ്റെ എണ്ണം വർദ്ധിച്ചു വരുന്നത്. ഇപ്പോൾ അവൻ 40-ൽ അധികം കേസുകളിൽ പ്രതിയാണ് അവൻ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ ഒരു കേസിലും ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു കേസിലും ശിക്ഷിക്കപ്പെടാതെ അവനെ ഫ്രീ ആയിട്ട് വിടുന്ന ഒരു നിയമം നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട്, ജാമ്യം അനുവദിച്ച് വിടുന്ന ഒരു നിയമം നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട്, ഒരു കള്ളനായാലും കൊലപാതകയായാലും ഏത് തിന്മ പ്രവർത്തിക്കുന്നവനെ ശിക്ഷിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ട് ഏത് കള്ളനും ഏത് ക്രിമിനലിനും സ്വതന്ത്രമായിട്ട് വിഹരിക്കാവുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. അപ്പോൾ അങ്ങനെ സ്വതന്ത്രമായിട്ട് മനുഷ്യനെ വഞ്ചിച്ച് മനുഷ്യനിൽ നിന്ന് ചൂഷണം ചെയ്ത പണവും ആഭരണങ്ങളുമെല്ലാം കവർച്ച ചെയ്യുന്ന ഒരു കൊടുങ്കള്ളൻ, ആ കള്ളൻ്റെ പോലീസ് സ്റ്റേഷനിലുള്ളതായ ഒരു പെർഫോമൻസ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഈ കള്ളനെ ജനം വിശ്വസിക്കുവാനുള്ള കാരണം, ഇവന് കക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുവാൻ ഇവൻ കണ്ടെത്തിയ ഒരു തന്ത്രമാണ് ഇവൻ ആ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരുടെ നിർബന്ധത്തിന് അവൻ ആവർത്തിച്ച് കാണിക്കുന്നത്. അവൻ മോഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്ന വീടുകളിൽ ചെന്നിട്ട് അവൻ കാണിക്കുന്ന ഒരു തന്ത്രമുണ്ട്. ആ തന്ത്രമാണ് ആ പോലീസുകാരുടെ നിർബന്ധത്താൽ വഴങ്ങി അവൻ പോലീസ് സ്റ്റേഷനിലും കാണിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. അതിനുശേഷം ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. പ്രാർത്ഥിച്ച ആ സാധനം ഒന്ന് കാണിച്ചു, ശരിക്കും കാണിച്ചു. യേശുവിന്റെ നാമത്തിലുള്ള പ്രവർത്തനമല്ലേ? ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യും. പറഞ്ഞത് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തില് ഇപ്പോൾ തന്നെ നിന്നെ വിടിവിക്കുവാൻ ശക്തനായവൻ യേശുവിന്റെ നാമത്തില് ബൗട്ടാലിയ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ബൗട്ടാലിയ റീകാരവ ബൗട്ടാലിയ ജാരാവ യേശുവിന്റെ നാമത്തിൽ. അപ്പോൾ ഇതാണ് അവൻ പോലീസ് സ്റ്റേഷനിൽ അവതരിപ്പിച്ച ആത്മീയത എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, ഈ വേദപുസ്തകത്തിൽ അന്യഭാഷ എന്ന് പറയുന്ന ഒരു വരമുണ്ട്. അന്യഭാഷ എന്ന് പറയുന്ന ആ വരം ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തി അഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ അവൻ അന്യഭാഷയിൽ സംസാരിക്കാനുള്ള വരം ദൈവം അവന് ദാനമായി നൽകുന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു സമ്മാനമാണ്, ഒരു ഗിഫ്റ്റാണ് അന്യഭാഷാ വരം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വരമുണ്ടെന്ന് വേദപുസ്തകം പറയുന്നു എന്നുള്ളത് പരമാർത്ഥമായ കാര്യമാണ്. പക്ഷേ ആ അന്യഭാഷാ വരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ അന്യഭാഷാ വരം ഇന്ന് നമ്മൾ ഈ കാണുന്ന വിധത്തിലുള്ളതല്ല എന്ന്
നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഇന്നീ കാണുന്ന അന്യഭാഷകളെ വേദപുസ്തകത്തിൽ അന്യഭാഷ ഉണ്ട് അല്ലെങ്കിൽ അന്യഭാഷാ വരം ഉണ്ട് എന്നുള്ള ഒറ്റ കാരണത്താൽ അനേക വിശ്വാസികൾ ഇന്നത്തെ അന്യഭാഷകളെയും അവർ കണ്ണടച്ചങ്ങ് വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് അന്യഭാഷ എന്ന വിധത്തിൽ സംസാരിക്കപ്പെടുന്നതായ ചില പദങ്ങൾ, ചില വാക്കുകൾ അതിങ്ങനെ ആവർത്തിച്ച് ഉച്ചരിക്കപ്പെടുന്നത് കൊണ്ട് അത് ദൈവാത്മാവിൻ്റെ അഭിഷേകത്താൽ ലഭിച്ചതാണെന്ന് അന്ധമായിട്ട് വിശ്വസിക്കുകയാണ്. നമ്മൾ വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. അന്യഭാഷ എന്ന് പറയുന്നത് നമ്മുടെ മലയാളം പോലെ, ഹിന്ദി പോലെ, ഉറുദു പോലെ, കന്നഡ പോലെ, തമിഴ് പോലെ ഉള്ള ഒരു ഭാഷയാണ് ഈ അന്യഭാഷ. ആ ഭാഷ എന്നുള്ള കാര്യം ചിന്തിക്കാതെ ചില വാക്കുകൾ മാത്രം പറയുന്നതാണ് ഇന്ന് അന്യഭാഷയായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇരുന്ന 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് വരികയും അവർ ആത്മാവ് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയെന്നാണ്. അന്യഭാഷകളിൽ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ദൈവം ചെയ്ത കാര്യങ്ങളെ അവരുടെ ഗലീലയിലുള്ള ഭാഷയല്ലാത്ത മറ്റ് ഭാഷകളിൽ വ്യാഖ്യാനിച്ചു അല്ലെങ്കിൽ വിവരിച്ചു എന്നാണ്. അപ്പോൾ ദൈവം ചെയ്ത കാര്യങ്ങളെ വിവരിച്ചു പറയുന്ന ഒരു അന്യഭാഷയാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ഈ അന്യഭാഷകളൊന്നും ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികളെ വിവരിച്ചു പറയുന്ന ഒരു ഭാഷയേ അല്ല. യഥാർത്ഥത്തിൽ ഈ അന്യഭാഷ എന്ന് പറഞ്ഞ് ഇന്ന് പറയുന്ന ഭാഷകളെല്ലാം 2, 3, 4 വാക്കുകൾ ഇങ്ങനെ ആവർത്തിക്കുന്നതാണ്. ഇപ്പോൾ ഈ കള്ളൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ പറഞ്ഞ അന്യഭാഷയിൽ തന്നെ ആവർത്തിച്ച് ഒരു പദം പറയുന്നു എന്നുള്ളതല്ലാതെ അവനൊരു ഭാഷ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ സാരം എന്താണെന്ന് ചോദിച്ചാൽ, അന്യഭാഷാ വരം എന്ന ഒരു വരം വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ വരം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് അന്യഭാഷാ വരം നൽകുന്ന ആ വ്യക്തിയെ ഈ അന്യഭാഷ എന്ന വരം കൊണ്ട് അവൻ അഭിഷേകം പ്രാപിച്ചു എന്ന് നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റത്തില്ല. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് ശോധന ചെയ്യണം. ഇന്ന് ഈ വിശ്വാസികളെന്ന് പറയുന്നവർ അത് ഏത് ക്രിസ്തു വിശ്വാസത്തിലുള്ളവരാണെങ്കിലും ഏത് ക്രിസ്തീയ മതത്തിലുള്ളവരാണെങ്കിലും വിശ്വാസികൾ എന്ന് പറയുന്നവർ ഒരു പാസ്റ്ററോ ഒരു പുരോഹിതനോ അല്ലെങ്കിൽ ഒരു സുവിശേഷകനോ ഒരു ശുശ്രൂഷക്കാരൻ ആരുമാകട്ടെ, അദ്ദേഹം ഇങ്ങനെ ചില വാക്കുകൾ നമുക്ക് മനസ്സിലാകാത്ത വിധത്തിലുള്ള ചില വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ ആ വ്യക്തി പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ സംസാരിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ചില വാക്കുകൾ ഉച്ചരിക്കുന്നത് കൊണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് അത് അന്യഭാഷയാണെന്ന് അന്ധമായിട്ട് അങ്ങ് വിശ്വസിക്കുകയാണ്. അങ്ങനെ വിശ്വസിക്കാനൊരു കാരണമുണ്ട്. കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിൽ പറയുന്നത് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു, അത് ആർക്കും മനസ്സിലാവുന്നില്ല എന്നൊരു വാക്യമുണ്ട്. അപ്പോൾ ഈ വാക്യം വെച്ചുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവനും അത് കേൾക്കുന്നവനും അന്യഭാഷ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരും സ്വയം ന്യായീകരിക്കുവാൻ കണ്ടെത്തുന്ന ഒരു വാക്യമാണിത്. കാരണം അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത്, അത് ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ള വചനത്തെ അവരുടെ കാര്യങ്ങൾ ശരിയാണെന്ന് വരുത്തി തീർക്കുവാൻ അല്ലെങ്കിൽ അവരുടെ ഭാഷ അന്യഭാഷയാണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി സ്വയം ന്യായീകരിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വചനമാണ് ഈ കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിലുള്ളത്. അപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന സൗരസൗരന്മാരെ ഞാൻ നിങ്ങളോട് പറയാം, ഈ കള്ളനായ മനുഷ്യൻ ഇന്ന് കാണുന്ന അന്യഭാഷ വരപ്രാപ്തരായിരിക്കുന്ന പാസ്റ്റർമാരെക്കാൾ വളരെ മിടുക്കനായ, വളരെ പ്രാഗൽഭ്യത്തോടെ, വളരെ ഉച്ചാരണത്തോടെ, വളരെ ധൈര്യത്തോടെ കണ്ണടച്ച് പിടിച്ച് അങ്ങനെ അങ്ങ് സംസാരിക്കണം കേട്ട് കഴിഞ്ഞാൽ ഇന്ന് അന്യഭാഷ അഭിഷേകമുള്ളവർ പോലും അന്താളിച്ചു പോകുമെന്നുള്ളതാണ്.
അപ്പോൾ ഈ അന്യഭാഷ വരമുള്ള ഒരു വ്യക്തിയെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയണമെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് വിവേചനപരത്താൽ ലഭിക്കേണ്ടതുണ്ട്. ഈ മനുഷ്യൻ അന്യഭാഷയിൽ സംസാരിക്കുന്ന ഈ മനുഷ്യൻ്റെ പിന്നീട് പോലീസുകാർ ഇദ്ദേഹത്തോട് ചോദ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താണെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഒരു അന്യഭാഷ വരമുള്ള ഒരു വ്യക്തിയാണോ ഈ കാണിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ ആ വീഡിയോ സകലം നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അതില് മൊത്തം പബ്ലിസിറ്റി ആക്കുന്ന രീതിയിൽ ഒരാളെ ഞാൻ പണിയും സാർ. സത്യാവസ്ഥ രീതിയിൽ ഞാൻ പണിയും കൂടുതൽ വളർത്തിയെടുക്കാതെ പണി അങ്ങോട്ട് വളർത്തിട്ട് അവരും കുറെ കണ്ടുള്ള കേട്ടാ. ഇനി എല്ലാം താങ്ങി സാർ ഇറങ്ങല്ലേ. ഇനി ഇറക്കി ഞാൻ പെട്രോൾ കൊണ്ട് ഈ സ്റ്റേഷനിൽ വന്ന് ഞാൻ കത്തുന്നത് കത്ത് സാറേ. സാറേ ഇറങ്ങിയ കാര്യം പാവത്തോടെ സ്റ്റേഷനിൽ വരും. ഞാൻ പെട്രോൾ വെച്ച് കാര്യം കയറി വരും സാറേ. ഞാൻ ഒറ്റയ്ക്കല്ലേ ചാവും. ഒറ്റയ്ക്ക് ഞാൻ ചാവൂല. ഞാൻ പോലീസുകാരെ കൊണ്ടേ പോകൂ. യേശുവിന്റെ മാതാവിന്റെ നാമത്തിൽ ഞാൻ പറയണേ. സാറിനെ അറിയൂടാ. സർക്കാരിന്റെ മുമ്പ് ചെയ്യാൻ പറയണത്. സാറ് ഇതിന് മൊത്തം പബ്ലിസിറ്റി ആക്കിയാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പത്രക്കാരൻ മുമ്പ് വെച്ച് പറയണത് പണിക്ക് സമയം കണ്ടോ? ഇതാണ് അന്യഭാഷ സംസാരിക്കുന്ന വ്യക്തിയുടെ റിയാക്ഷൻസ്, അല്ലെങ്കിൽ അവൻ പ്രദർശിപ്പിക്കുന്ന അവൻ്റെ തനി സ്വരൂപമാണ് അവനെ കാണിച്ചത്. അപ്പോൾ അന്യഭാഷ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ച വ്യക്തിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ നന്മകളെക്കുറിച്ച്, ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് അവിശ്വാസികളായിട്ടുള്ളവരുടെ മധ്യത്തിൽ സംസാരിക്കുവാൻ വേണ്ടി ദൈവം നൽകുന്ന ദാനമാണ് അന്യഭാഷാവരം എന്ന് പറയുന്നത്. ആ വരം നൽകുന്നതും ആ വരം ലഭിച്ചവനും, ആ വരം നൽകുന്നത് പരിശുദ്ധാത്മാവും, ആ ആത്മാവ് ലഭിച്ചവൻ ക്രിസ്തുവിൻ്റെ മനോഭാവവും ക്രിസ്തുവിൻ്റെ താഴ്മയും ക്രിസ്തുവിൻ്റെ വിനയവും ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവനായിരിക്കും. ഞാനൊരു ആവർത്തി കൂടി പറയാം. അന്യഭാഷ എന്ന വരം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആത്മാവ് ഓരോരുത്തർക്കും വരം നൽകുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് അന്യഭാഷ വരം നൽകുന്നത്. ആ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ സ്വഭാവത്തിന് മൊത്തം മാറ്റം വരും. അതായത് ഒരു ക്രൂരനായ മനുഷ്യനാണ്, അവൻ ആത്മാഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാൽ അവൻ ദയാലുവായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ കോപിഷ്ഠനായ ഒരു മനുഷ്യൻ ശാന്തനായി തീരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ള ഒരു വ്യക്തി കാണിക്കുന്ന രീതിയിലല്ല ആ മനുഷ്യൻ കാണിക്കുന്നതെന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് പല അന്യഭാഷ വരപ്രാപ്തരായ ശുശ്രൂഷകന്മാരും അവർ കാണിക്കുന്ന കോഷ്ടികൾ, ചേഷ്ടകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം അവരൊന്നും ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ളവരല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് അവരുടെ അഭിഷേകത്തെ നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. അവരുടെ അന്യഭാഷയെ നമുക്ക് സംശയിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്, ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഏതൊരു ക്രിസ്ത്യാനിക്കും വിവേചനത്തിൻ്റെ ഒരാത്മാവ് ആവശ്യമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, ഏത് ആത്മാവിനെയും നിങ്ങൾ വിശ്വസിക്കാതെ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം, ശോധന ചെയ്യണം എന്നാണ് യോഹന്നാൻ പറയുന്നത്. ഈ കള്ളനായ മനുഷ്യൻ, ഈ ഷിബു എന്ന് പറയുന്ന ഈ മനുഷ്യൻ 42ഓളം കേസുകളിൽ പ്രതിയാണ്. അദ്ദേഹം ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ അയാൾ ആത്മീയനായി അഭിനയിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവൻ കൂടുതലും പ്രായമുള്ള സ്ത്രീകളുള്ള ഭവനത്തിലാണ് ചെല്ലാറുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവൻ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയിൽ അവൻ അന്യഭാഷ ഉച്ചരിക്കുകയും ചെയ്യുമ്പോൾ ആ വീട്ടിലുള്ള അമ്മച്ചി, അത് ക്രിസ്ത്യാനി ഏത് മതവിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും ഇവൻ്റെ പ്രാർത്ഥനയും ഇവൻ്റെ അന്യഭാഷയും കേൾക്കുമ്പോൾ അവരങ്ങ് വിശ്വസിക്കും, ഇതൊരു ദൈവദാസനാണെന്ന് അങ്ങ് വിശ്വസിക്കും, ഒരു പാസ്റ്ററാണെന്ന് അങ്ങ് വിശ്വസിക്കും. അങ്ങനെ വിശ്വസിച്ച് അവനെ പെരയ്ക്കകത്തേക്ക് കയറ്റി
അവനുമായിട്ട് കുശലം പറഞ്ഞ് അവന് ചായ സൽക്കാരമൊക്കെ നടത്തി അവനിങ്ങനെ ഇവരെ പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഇവരുടെ കയ്യിലിരിക്കുന്ന പണം തട്ടിയെടുക്കുകയും അവരുടെ ആഭരണം കവർച്ച ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനുള്ള അവസരം ലഭിച്ചതിൻ്റെ കാരണം എന്താണ്? ഈ വീടുകളിൽ കടന്നു ചെല്ലുവാനും മോഷണം നടത്താനുള്ള അവസരം ലഭിച്ചതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവൻ്റെ അന്യഭാഷപരവും ഇവൻ്റെ പ്രാർത്ഥനാ ശൈലിയുമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നത്, ഇന്ന് യഥാർത്ഥത്തിലുള്ള അന്യഭാഷ നമുക്ക് ഇന്ന് കേൾക്കാനില്ല, കാണാനില്ല എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. വേദോസ്തം വായിക്കുന്ന ഏവർക്കും മനസ്സിലാവും, ഇന്ന് യഥാർത്ഥമായി ബൈബിൾ വെളിപ്പെടുത്തുന്ന വിധത്തിലുള്ള അന്യഭാഷ ഒരു സ്ഥലത്തും കേൾക്കാനില്ല. അപ്പോൾ ഇന്ന് അന്യഭാഷ എന്ന് പറഞ്ഞ് ഈ പറയപ്പെടുന്നതായ ഈ ഉച്ചരിക്കുന്നതായ ഓരോ വാക്കുകളും ആത്മാഭിഷേകം പ്രാപിച്ച വ്യക്തിയാണ് താൻ എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടി കപടമായി ഉച്ചരിക്കപ്പെടുന്ന വാക്കുകളാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതിന് ഒരു വിവേചനത്തിൻ്റെ ആവശ്യമുണ്ട്. ആ വിവേചനപരം നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾ പെന്തക്കോസ്ത് പാസ്റ്ററെ പോലെ അഭിനയിച്ച്, ഒരു സുവിശേഷകനെ പോലെ അഭിനയിച്ച്, അല്ലെങ്കിൽ ഒരു അച്ഛനെ പോലെ അഭിനയിച്ച് നിങ്ങളുടെ മുമ്പാകെ വന്ന് നിൽക്കുന്ന പലരും കള്ളന്മാരും കൊള്ളക്കാരും നിങ്ങളെ പറ്റിക്കുന്നവരും ചൂഷണം ചെയ്യുന്നവരുമായിരിക്കും. അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ നിങ്ങൾ നന്നായി വേദപുസ്തകം പഠിക്കുകയും ആ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചിട്ടുള്ള ദൈവഭക്തന്മാരുടെ സ്വഭാവത്തെ നമ്മൾ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു അഭിഷേകം പ്രാപിച്ച മനുഷ്യൻ്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യേശുക്രിസ്തു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഒരു വൃക്ഷത്തെ തിരിച്ചറിയുന്നത് അതിൻ്റെ ഫലം കൊണ്ടാണ്. അപ്പോൾ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച അപ്പോസ്തലന്മാരെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചാൽ യോഹന്നാൻ സ്നാപകനെ നമ്മൾ പഠിച്ചാൽ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിൽ ജനിച്ചാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ, ഈ അഭിഷേകം പ്രാപിച്ച ഈ അന്യഭാഷയിൽ സംസാരിച്ചവരാരും പണം ആരുടെ കയ്യിൽ നിന്നും സ്വീകരിച്ചിട്ടില്ല. അത് തന്നെ ഒന്നാമത്തെ തെളിവാണ്. അന്യഭാഷ അഭിഷേകം പ്രാപിച്ച് അന്യഭാഷയിൽ താൻ ആത്മീയനാണെന്ന് കാണിക്കുവാൻ മനുഷ്യരുടെ മുമ്പാകെ പ്രദർശിപ്പിക്കപ്പെടുന്ന ആത്മീയന്മാർ മാത്രമേ പണം സമ്പാദിക്കുന്നുള്ളൂ. അപ്പോസ്തലന്മാരായിട്ടോ കർത്താവായ യേശുക്രിസ്തുവായിട്ടോ ആത്മാഭിഷേകം പ്രാപിച്ച ആദ്യകാലത്തെ വിശുദ്ധന്മാരാരും ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഈ അഭിഷിക്തന്മാരെന്ന് പറയുന്ന അന്യഭാഷ വരമുണ്ടെന്ന് പറയുന്ന ഈ വരപ്രാപ്തരെല്ലാം വിശ്വാസികളിൽ നിന്ന് പണം ഏത് വിധേനയും കൈക്കലാക്കണം എന്നുള്ള മനോഭാവമുള്ളവരാണ് എന്ന് നിങ്ങൾക്ക് ഇവരെ വിവേചിച്ചാൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒന്നാമത്തെ കാര്യം അതാണ്. പരിശുദ്ധാത്മാഭിഷേകത്താൽ അന്യഭാഷ വരം ലഭിച്ച് ദൈവ ആത്മാവിനാൽ ആത്മവരം ലഭിച്ച ഒരു മനുഷ്യനാണെങ്കിൽ അവൻ ഒരിക്കലും ദ്രവ്യാഗ്രഹിയാകത്തില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ അടയാളം. എന്നാൽ ഇന്ന് കാണുന്ന അന്യഭാഷ വരത്തോടെ അഭിഷേകം പ്രാപിച്ച എല്ലാ ശുശ്രൂഷകന്മാരും അവർ പണക്കൊതിയന്മാരാണെന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ പണം, മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന പണം സ്വന്തമാക്കാൻ വേണ്ടി ആത്മീയ വേഷം ധരിക്കുന്ന, യേശുക്രിസ്തു പറഞ്ഞതുപോലെ ആടിൻ്റെ വേഷം ധരിക്കുന്ന ചെന്നായ്ക്കളാണ് അവർ എന്ന് തിരിച്ചറിയാനുള്ള ഒരു വിവേചനപരം നിങ്ങൾക്ക് വേണമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത്. പ്രിയ സഹോദരന്മാരെ, ഞാൻ ആ ഷിബു എന്ന് പറയുന്ന മനുഷ്യനെ കുറ്റം പറയുന്നില്ല. ആ ഷിബു അവൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ജനത്തെ പറ്റിക്കാമെന്നുള്ള അവൻ്റെ ആ ബുദ്ധിവൈഭവം കൊണ്ട് അവൻ ജനത്തെ പറ്റിക്കുവാൻ കണ്ടെത്തിയ ഒരു സൂത്രമാണ് ഈ അന്യഭാഷ വരമുള്ള ഒരു ശുശ്രൂഷകനായിട്ട് അഭിനയിക്കുക എന്നുള്ളത്. ആ അഭിനയം ഒരു പരിധി വരെ വിജയിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവൻ്റെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ ഇവൻ ഭക്തനാണെന്ന് അന്ധമായിട്ട് അങ്ങ് വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അവൻ്റെ ആത്മീയ പരിവേഷം ആത്മീയമാണെന്ന് അന്ധമായി വിശ്വസിക്കുന്നതിൻ്റെ പേരിലാണ് അവൻ ഈ ലോകത്ത് വിലസ് നടക്കുവാനുള്ള അവസരം ലഭിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഷിബു എന്ന് പറയുന്ന മനുഷ്യനെ ഞാൻ ഒരു കുറ്റവും പറയുന്നില്ല.
മറിച്ച് അവൻ്റെ അന്യഭാഷ കേട്ടും അവൻ്റെ പ്രാർത്ഥന കേട്ടും അവൻ്റെ ആ മുഖഭാവം കണ്ടും അവനെ വീട്ടിനകത്ത് വിളിച്ച് കയറ്റി അവന് അതിഥിയായി സൽക്കരിച്ച് അവന് കുശലം പറയുന്ന നിങ്ങളെപ്പോലെയുള്ള വിവേചന വരമില്ലാത്ത, വിവേചന ശക്തിയില്ലാത്ത, ഇതുപോലെ ചൂഷണത്തിന് വിധേയമാകുന്ന സഹോദരി സഹോദരന്മാരോടാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള കപടതകളെ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് കഴിയണം. അതിനുള്ള വിവേചന വരം നിങ്ങൾ പ്രാപിക്കണം. അല്ലെങ്കിൽ ഈ അന്ത്യകാലത്ത് ദ്രവ്യാഗ്രഹം നിറഞ്ഞ ലോകത്ത് ഇതുപോലെ ദ്രവ്യാഗ്രഹികളായി ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് ജനത്തെ പറ്റിക്കുവാൻ, ഒരുപക്ഷെ നമുക്കറിയാം, കള്ളനോട്ടും ഒറിജിനൽ നോട്ടും നോക്കിക്കഴിഞ്ഞാൽ രണ്ട് നോട്ടും ഒരുപോലെ ഇരിക്കും, തിരിച്ചറിയാൻ പറ്റത്തില്ല. എന്നാൽ വളരെ സൂക്ഷ്മമായി നമ്മൾ പരിശോധിക്കുമ്പോൾ കള്ളനോട്ട് ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പോൾ കള്ളനോട്ടും നല്ല നോട്ടും തിരിച്ചറിയുവാൻ നമുക്കൊരു സൂക്ഷ്മ പരിശോധന ആവശ്യമാണ്. എന്നതുപോലെ തന്നെ യഥാർത്ഥ അന്യഭാഷാപരവും യഥാർത്ഥ ആത്മാഭിഷേകവും കപടമായ അന്യഭാഷാപരവും കപടമായ ആത്മാവിൻ്റെ നിറവും തിരിച്ചറിയണമെങ്കിൽ ദൈവവചനം എന്ന് പറയുന്ന ആ മാധ്യമത്തിലൂടെ നമ്മൾ സൂക്ഷ്മ പരിശോധന നടത്തിയിട്ട് വേണം ഇത് വിശ്വസിക്കാൻ എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മുടെ അധ്വാനം ചെയ്തുണ്ടാക്കുന്ന പണം, ഏത് വിധേനയും നമ്മൾ സമ്പാദിക്കുന്ന പണം ഒരധ്വാനവുമില്ലാതെ പാസ്റ്റർ ചമഞ്ഞ്, സുവിശേഷകൻ ചമഞ്ഞ്, ആത്മീയത ചമഞ്ഞ് വരുന്ന വ്യക്തികൾ നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുവാൻ ഇടയാകാതെ വണ്ണം ഒരു വിവേചനത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഏത് ക്രിസ്തീയ മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നിങ്ങൾ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് അന്യഭാഷാപരം, അത് ആരാണ് സംസാരിക്കുന്നത്, സംസാരിക്കുന്ന വ്യക്തിയുടെ സ്വഭാവം എന്താണ്, അവനിൽ നിന്ന് പ്രതിഫലിക്കേണ്ട മനോഭാവം എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ മുൻകാലങ്ങളിൽ അന്യഭാഷാ വരപ്രാപ്തരായിരുന്ന അപ്പോസ്തലന്മാരും ആദിമ സഭയിലുണ്ടായിരുന്ന അനുഭവങ്ങളും അവർ അന്യഭാഷ സംസാരിച്ചവരിലുണ്ടായിരുന്നതായ അനുഭവങ്ങളും എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വിരോധമായിട്ടുള്ളൊരു മനോഭാവത്തോടെയാണ് ഇന്നത്തെ കാലത്തെ അഭിഷിക്തന്മാർ നമ്മളെ സമീപിക്കുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോണം, അവരുടെ ആത്മാവ് ശരിയല്ല. അവരുടെ ആത്മാവ് പരിശുദ്ധാത്മാവുമല്ല. അവരുടെ ആത്മാവ് ദ്രവ്യാഗ്രഹത്തിൻ്റെ ആത്മാവാണ്, ഈ ലോകത്തിൻ്റെ ആത്മാവാണ്. ഈ ലോകത്തിൻ്റെ കാലഗതിക്കനുസരിച്ച് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ആത്മാവാണ്. അത് ഒരു കാരണവശാലും ദൈവാത്മാവല്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത്. ഞാൻ വീഡിയോ ചെയ്തത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ലൈക്ക് അടിച്ച് അല്ലെങ്കിൽ വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഞാനിത് ചെയ്തത്. എൻ്റെ പ്രിയ സഹോദര സഹോദരന്മാരെ, ഇന്നത്തെ ലോകം വഞ്ചനയുടെ ലോകമാണ്, വ്യാജത്തിൻ്റെ ലോകമാണ്, കപടത്തിൻ്റെ ലോകമാണ്. ആ ലോകത്തിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ തിരുവെഴുത്ത് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഭേദാഭേദങ്ങളെ വിവേചിക്കുവാനുള്ള വിവേചനപരവും ആത്മാക്കളെ ശോധന ചെയ്യുവാനുള്ള വിവേചനപരവും നിങ്ങൾക്കുണ്ടാകണം. അതിനുവേണ്ടി നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുക. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള നന്ദി അറിയിക്കുകയാണ്. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.